Good morning, dear students. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കായിട്ടുള്ള ടെക്നോളജി. ഓക്കെ, സോ ഇൻ ദ ലാസ്റ്റ് ക്ലാസ് നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത്? ഏകദേശം നമ്മുടെ ടെക്നിക്കൽ ഫീസിബിലിറ്റിയുടെ കാര്യങ്ങളായിരുന്നു ലാസ്റ്റ് നോക്കിയത്. അതേപോലെ മെറ്റീരിയൽ ഇൻപുട്സ്, അതിൻ്റെ യൂട്ടിലിറ്റീസ്, മാനുഫാക്ചറിങ് പ്രോസസ്സ്, ഏത് മാനുഫാക്ചറിങ് പ്രോസസ്സാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ടെക്നോളജി. ഇപ്പോൾ ടെക്നോളജിയാണ്, ഏത് ടൈപ്പ് ഓഫ് ടെക്നോളജിയാണ് നമ്മൾ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ ആ ടെക്നോളജിനെ കുറിച്ചിട്ട് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ടെക്നോളജി എന്ന് പറയുന്നത് is the application of knowledge to innovate, invent or discover a new product. അപ്പോൾ നമ്മൾ ദാറ്റ് ഈസ് എന്താ പറയാം, ഒരു പുതിയൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഏത് പ്രോസസ്സാണോ സ്വീകരിക്കുന്നത്, ഒരു പ്രോഡക്റ്റിന് ഇന്നോവേഷൻ ആയിരിക്കാം, ഒരു പ്രോഡക്റ്റിന് ഇൻവെൻഷൻ ആയിരിക്കാം, ഒരു പ്രോഡക്റ്റ് ഡിസ്കവർ ചെയ്യാനായിട്ടായിരിക്കാം, നമ്മൾ ഏത് മെത്തേഡാണോ ഫോളോ ചെയ്യുന്നത് ആ ഒരു മെത്തേഡിനെയാണ് വി കോൾ ഇറ്റ് ആസ് ടെക്നോളജി. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഏത് ടെക്നോളജി വേണം എന്നുള്ളത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് എങ്ങനെയാണ് ഈ ചോയ്സ് എന്ന് പറയുന്ന സംഭവം എന്തുകൊണ്ടാണ് വന്നത്? നമുക്കത് എക്കണോമിക്സ് പഠിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അല്ലേ? വൈ ഡു വി സേ ദ ചോയ്സ് എന്നുള്ളത്? എന്തുകൊണ്ടാണ് ചോയ്സ് വരുന്നത്? വൈ ഡു പീപ്പിൾ മേക്ക് ചോയ്സ് അല്ലേ? എല്ലാവർക്കും ഒരേപോലെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ, മാനുഫാക്ചർ ചെയ്യുന്നതെല്ലാം ഹോമോജീനിയസ് പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, there will be no product discrimination, there will be no price discrimination and there will be no choice അല്ലേ? അപ്പോൾ ചോയ്സ് ഉണ്ടാവുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എങ്ങനെയാണ് ചോയ്സ് ഉണ്ടായത് തന്നെ? അപ്പോൾ ഓരോരുത്തരുടെ ഡിഫറെൻറ്റ് ഐഡിയാസ്, ഓരോരുത്തർ ഡിഫറെൻറ്റ് ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ളത്, ഓരോരുത്തരും അവരുടെ ഐഡിയാസ് എക്സ്പ്ലോർ ചെയ്ത് ആ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ള രീതി, അതേപോലെ ആൾക്കാരുടെ ഒരിക്കലും അവസാനിക്കാത്ത ആവശ്യങ്ങൾ, അതേപോലെ തന്നെ ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഫിനാൻഷ്യൽ കപ്പാസിറ്റി, all these things make a person to choose a product from the wide varieties. ഓക്കെ, അപ്പോൾ നമ്മളിനെയും ഒരു ഇൻഡസ്ട്രി തുടങ്ങുന്ന അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർ ആയിട്ടുള്ള പേഴ്സണിനെയും അയാൾക്ക് അയാളുടേതായ ഒരു ടെക്നോളജി തിരഞ്ഞെടുക്കാനായിട്ട് അയാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കേസ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, so before choosing the technology to be adopted in the project, the following factors have to be considered: plant capacity, availability of inputs, investment capacity, technology aiming at the total product mix, bring latest developments, ease of absorption and economy. ഇത്രയും ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ബേസ്ഡ് ഓൺ ദാറ്റ് ദി ഓൺട്രപ്രണർ ക്യാൻ മേക്ക് ഹിസ് ഓൺ ചോയ്സ് ഓഫ് ടെക്നോളജി എന്നുള്ളതാണ്. ഓക്കെ, സോ അപ്പോൾ നമുക്കൊരു ടെക്നോളജി ചൂസ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് വി ഹാവ് ടു നോ ദി പ്ലാൻ കപ്പാസിറ്റി. അതായത് നമുക്ക് പ്ലാൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. ഇഫ് ദ പ്ലാൻ കപ്പാസിറ്റി ഈസ് ലിമിറ്റഡ്, there is no meaning in going for a sophisticated technology. നമുക്ക് ടെക്നോളജിക്ക് വേണ്ടി നമ്മൾ ഫണ്ട് മാറ്റി വെച്ചിട്ടുള്ളത് നമുക്ക് എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഓക്കെ, പിന്നെ നമ്മൾ വല്ലാണ്ട് ഒരു വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയിലേക്ക് പോകാനായിട്ട് ചിലപ്പോൾ നമുക്ക് സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ലിമിറ്റേഷൻ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് ഓഫ് മണി വിച്ച് വി ഹാവ് സെറ്റ് അസൈഡ് ഫോർ ദി
ടെക്നോളജി എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് എത്രത്തോളം നമ്മുടെ എമൗണ്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും ആൻഡ് വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് ദ ന്യൂ ടെക്നോളജി എന്നുള്ളത് നമ്മൾ അറിയണം. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്ലാൻ കപ്പാസിറ്റി ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഡിമാൻഡ്, പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ്, ഹൗ മച്ച് പ്രോഡക്റ്റ് ദാറ്റ് ഹാസ് ടു ബി പ്രൊഡ്യൂസ്ഡ് പെർ ഡേ എന്നുള്ളത്, ഒരു ദിവസം എത്രയാണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പ്ലാൻ കപ്പാസിറ്റി ഉള്ള മെഷീനറിയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. സെക്കൻഡ് വൺ ഈസ് അവൈലബിലിറ്റി ഓഫ് ഇൻപുട്സ്. സോ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ മെഷീനറീസിനെ അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ്, ഓക്കെ, അതാണ് ഇൻപുട്സ് എന്ന് പറയുന്നത്. ചോയ്സ് ഓഫ് ടെക്നോളജി ഡിപ്പെൻഡ്സ് upon the availability of inputs. If polyurethane is not available, automobile manufacturers cannot go for car seats or dashboards using polyurethane and reduce cost and weight. Instead, they have to depend upon the traditional technology of using steel. ഇപ്പോൾ പണ്ടത്തെ ഒരു ഓട്ടോമൊബൈൽ, പണ്ടത്തെ ഒരു കാറും ഇപ്പോഴത്തെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കാറും നമ്മളൊന്ന് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പഴയ കാലത്ത് അംബാസിഡർ കാറുകൾ അല്ലെങ്കിൽ പഴയ കാലത്തെ പ്രീമിയർ പദ്മിനി പോലുള്ള ഫിയറ്റ് കാറുകൾ, ഇതൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡാഷ്ബോർഡുകളുണ്ടല്ലോ, ദാറ്റ് ഈസ് സ്റ്റിയറിങ്ങിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കുന്ന ഡാഷ്ബോർഡുകളുണ്ടല്ലോ, ഇതൊക്കെ അന്നത്തെ കാലത്ത് വണ്ടിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കുക. എല്ലാം സ്റ്റീലാണ്, ബോഡിയൊക്കെ സ്റ്റീലാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് സ്റ്റീൽ എന്ന് പറയുന്നത് വളരെ കുറവാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ വണ്ടിയുടെ ഉള്ളിൽ ഒന്നും തന്നെ സ്റ്റീൽ നമുക്ക് വരുന്നില്ല. അപ്പോൾ അവിടെ വരുന്നത് എന്താണെന്നുണ്ടെങ്കിൽ പോളിയൂറത്തിൻ യൂണിറ്റാണ് അത് യൂസ് ചെയ്യുന്നത്. അതായത് പെട്രോളിയം ബൈ പ്രോഡക്റ്റാണ് ഈ പോളിയൂറത്തിൻ എന്ന് പറയുന്നത്. സോ പെട്രോളിയം പ്രോഡക്റ്റൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റേജിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റാണ് ഇതൊക്കെ. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ ഇന്ന് ഏറ്റവും റെഡ്യൂസ്ഡ് കോസ്റ്റിനാണ് നമുക്ക് ഈ പറയുന്ന ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നത്. അതൊന്നില്ലാന്നുണ്ടെങ്കിൽ ഓട്ടോമൊബൈൽസ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി തന്നെ വീണ്ടും പഴയ കാലത്തെ പോലെ സ്റ്റീൽ തന്നെ കാര്യങ്ങൾ അവർ യൂസ് ചെയ്യേണ്ടി വരും, വിച്ച് ഇൻക്രീസസ് ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ളതാണ്. ഓക്കെ, സോ വിച്ച് ഇൻപുട്സ് ആർ അവൈലബിൾ, വിച്ച് റോ മെറ്റീരിയൽസ് ആർ അവൈലബിൾ എന്നുള്ളത് നമുക്ക് നോക്കണം. നമ്മുടെ മാക്സിമം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിലൂടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് കപ്പാസിറ്റി. Sophisticated technology calls for huge investment and a small firm must keep distance from using sophisticated technology. അപ്പം അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും ഹൈ ടെക്നോളജി ഒന്നും നമുക്ക് ഒരു തുടക്കക്കാരായിട്ട്, ദാറ്റ് ഈസ് ബിഗിനേഴ്സ് എന്ന് പറയുന്ന ഓൺടർപ്രണേഴ്സ്, ദേ കനോട്ട് യൂസ് നൗ അറ്റ് ദി ബിഗിനിങ് സ്റ്റേജ് ബിക്കോസ് ദേ ആർ അറ്റ് ദി ബഡിങ് സ്റ്റേജ് ആൻഡ് ദേ ആർ റണ്ണിങ് എ വെരി സ്മോൾ യൂണിറ്റ് or മൈക്രോ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ അവർക്കൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ആ സമയത്ത് തുടക്ക സമയത്ത് അവർക്ക് ചിന്തിക്കാനായിട്ട് പറ്റില്ല. ആൻഡ് ദെൻ ടെക്നോളജി എയിമിങ് അറ്റ് ദി ടോട്ടൽ പ്രൊഡക്റ്റ് മിക്സ്. A company may have many products and technology must be useful to all products. ഇപ്പോൾ ഒരു കമ്പനി എന്ന് പറയുമ്പോൾ അവിടെ ഒരു സിംഗിൾ പ്രോഡക്റ്റുമ്പോൾ നമ്മൾ ഒതുങ്ങാറില്ല. ഓക്കെ, ഏതൊരു പ്രോഡക്റ്റിനും അതിൻ്റേതായ ഒരു ലൈഫ് സൈക്കിളുണ്ട്. ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്, ഗ്രോത്ത് സ്റ്റേജ്, മെച്യൂരിറ്റി സ്റ്റേജ്, സാച്ചുറേഷൻ സ്റ്റേജ് ആൻഡ് ഡിക്ലൈൻ സ്റ്റേജ് അല്ലേ? അപ്പോൾ ഇത്രയും സ്റ്റേജിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് കഴിഞ്ഞ് ഗ്രോത്ത് സ്റ്റേജ് വന്നു. നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ അറിയപ്പെടുന്നൊരു സമയമാണ്. പ്രോഫിറ്റ് നമുക്ക് ഇൻക്രീസ്ഡ് ആയിട്ട് കിട്ടുന്നൊരു സമയമാണ്. അതേപോലെ കോമ്പറ്റീറ്റേഴ്സ് മാർക്കറ്റിൽ എൻട്രി നടത്തുന്നൊരു സമയം കൂടിയാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ പ്രോഫിറ്റിന് ചെറിയ രീതിയിലൊന്ന് എഫക്റ്റ് ചെയ്തേക്കാം. ആൻഡ് ദെൻ
തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് മെച്യൂരിറ്റി സ്റ്റേജാണ്. സോ വൺസ് വി ഹാവ് റീച്ച്ഡ് ദ മെച്യൂരിറ്റി സ്റ്റേജ്, ഇഫ് യു വാണ്ട് ടു അഗെയിൻ വിത്ത്സ്റ്റാൻഡ് ഇൻ ദി മാർക്കറ്റ്, either we have to enter into the saturation stage, that is we have to bring some changes in the product, then only we can withstand in the market or we can compete with the competitors ennalladana. And then we'll go to the decline stage. So if you don't want to go to decline stage, if you want to be in the market, നമുക്ക് ഡിക്ലൈൻ സ്റ്റേജിലേക്ക് പോകണ്ട, നമുക്ക് മാർക്കറ്റിൽ തന്നെ നിൽക്കണം, സ്റ്റേ ഓൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ സാച്ചുറേഷൻ സ്റ്റേജിലേക്ക് മൂവ് ചെയ്യുക. സാച്ചുറേഷൻ സ്റ്റേജിലാണ് നമ്മൾ പ്രോഡക്റ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ഓക്കെ, ആൻഡ് ദെൻ അതിനോടൊപ്പം തന്നെ അപ്പോൾ നമുക്ക് പ്രോഡക്റ്റിൽ മാറ്റം കൊണ്ടുവന്നാലും കോമ്പറ്റീറ്റേഴ്സ് മാർക്കറ്റ് ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റിൽ പതുക്കെ കുറവ് വരാനായിട്ട് തുടങ്ങും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? സെക്കൻഡ് സ്റ്റേജ്, ദറ്റ് ഈസ് മെച്യൂരിറ്റി സ്റ്റേജിലൊക്കെ നമ്മൾ മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗ്രോത്ത് സ്റ്റേജിൽ മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, ദാറ്റ് ഹാസ് ടു ബി യൂട്ടിലൈസ്ഡ് ഫോർ ദി അനദർ പ്രോഡക്റ്റ്. അപ്പോഴാണ് നമ്മൾ ഡൈവേഴ്സിഫിക്കേഷനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അനദർ പ്രോഡക്റ്റ് നമുക്ക് മാനുഫാക്ചർ ചെയ്യാനായിട്ട്, സേ ഫോർ എക്സാമ്പിൾ ബൈ യൂസിങ് സ്റ്റീൽ, ലാർജ് ഷീറ്റ് ഓഫ് സ്റ്റീൽ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ബിഗ് യൂട്ടൻസിൽസ്. വലിയ പാത്രങ്ങൾ ഉണ്ടാക്കാനായിട്ട് വലിയ ഷീറ്റുകൾ, നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഷീറ്റുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ സ്ക്രാപ്പ് കുറേ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സ്ക്രാപ്പ് യൂസ് ചെയ്തിട്ട് സ്മോൾ യൂട്ടൻസിൽസ്, സ്പൂൺസ്, ഫോർക്ക്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവരുണ്ടാക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടും ദേ ആർ ഹാവിങ് ദി സ്ക്രാപ്പ്. ഓക്കെ, അപ്പോൾ ഈ അങ്ങനെ വന്ന സ്ക്രാപ്പിന് അവരെന്ത് ചെയ്യാറ്? സാധാരണ അത് ആർക്കെങ്കിലും കൊടുത്തത് അവസാനിപ്പിക്കുകയാണ് ചെയ്യാറ്. അപ്പോഴാണ് പുതിയൊരു ഐഡിയ അവർക്ക് കൊണ്ടുവന്നത്, ദാറ്റ് ഈസ് ഈ സ്ക്രാപ്പിനെയും അവർ കംപ്രസ് ചെയ്ത് കുറച്ചും കൂടി തിന്നാക്കി കംപ്രസ് ചെയ്തിട്ട് അതിനവരെന്ത് ചെയ്തു? ദാറ്റ് ഈസ് നമ്മുടെ സ്ക്രബ്ബറാക്കി മാറ്റി. സോ നത്തിങ് ഈസ് വേസ്റ്റഡ് എന്നുള്ളതാണ്. സോ ഒരെണ്ണത്തിൻ്റെ ബൈ പ്രോഡക്റ്റാണ് അനദറിൻ്റെ ബൈ പ്രോഡക്റ്റാണ് അതിൻ്റെ വലിയ യൂട്ടൻസിൽസ് ഉണ്ടാക്കി, അതിൻ്റെ ബൈ പ്രോഡക്റ്റ് കൊണ്ട് ചെറിയ യൂട്ടൻസിൽസ് ഉണ്ടാക്കി, അതിൻ്റെ ബൈ പ്രോഡക്റ്റ് കൊണ്ട് സ്പൂണും ഫോർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അതും കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന സ്ക്രാപ്പ് അതിനെയും നമ്മൾ കളഞ്ഞില്ല, കംപ്രസ് ചെയ്ത് നമ്മൾ എന്താക്കി മാറ്റി, അതിനൊരു ഷേപ്പും കൊടുത്ത് നമ്മളത് സ്ക്രബ്ബറാക്കി മാറ്റുകയും ചെയ്തു. അപ്പം എങ്ങനെയാണ്? അപ്പോൾ ഒരു കമ്പനി എന്ന് പറയുമ്പോൾ അതിന് ചിലപ്പോൾ നമ്പർ ഓഫ് പ്രോഡക്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളതിൽ യൂസ് ചെയ്യുന്ന മെഷീനറി തന്നെ നമുക്ക് പലതിനും പല കാര്യങ്ങളും മാനുഫാക്ചർ ചെയ്യാനായിട്ടും നമുക്കത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ടെക്നോളജി സെലക്ട് ചെയ്യായിരിക്കും കുറച്ചും കൂടിയും നമുക്ക് എക്കണോമിക്കലായിട്ട് വരിക. ആൻഡ് ദെൻ ഇവിടെ അവർ ഒരു ചെറിയ എക്സാമ്പിളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, വായിച്ചു നോക്കാം. ആൻഡ് ദെൻ ബ്രിങ് ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ്സ്. ദി ഓൺടർപ്രണർ മസ്റ്റ് സീ ദറ്റ് ഹി ഈസ് അഡോപ്റ്റിംഗ് ദി ലേറ്റസ്റ്റ് ടെക്നോളജി ടു അവോയ്ഡ് ടെക്നോളജിക്കൽ ഒബ്സലസൻസ്. അപ്പോൾ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളൊരു ടെക്നോളജി സെലക്ട് ചെയ്യരുത്. കാരണം ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വിചാരിച്ച പോലെ പ്രൊഡക്ഷനോ ക്വാളിറ്റിയോ കാര്യങ്ങളിനോ ഒക്കെ അഫക്റ്റ് ചെയ്തേക്കാം. സോ അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ന്യൂ ടെക്നോളജി തന്നെ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ തന്നെ, പുതിയ കാര്യങ്ങൾ തന്നെ നമ്മൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കാം. അതേപോലെ തന്നെ ഈസ് ഓഫ് അബ്സോർപ്ഷൻ. ഇനി നെക്സ്റ്റ് വേറൊരു സ്റ്റേജിൽ എന്തെങ്കിലും ദ ടെക്നോളജി മസ്റ്റ് ബി ഈസിലി അബ്സോർബിൾ ഇൻ ദ സെൻസ് അവർ പറയുന്ന നോളജ് ലെവൽ, പ്രൊഫഷണൽ സ്കിൽ, സ്റ്റാഫ് സ്ട്രെങ്ത് മസ്റ്റ് ബി ലുക്ക്ഡ് ഇൻ ടു ബിഫോർ സെലക്ടിങ് ദ ടെക്നോളജി. അപ്പോൾ നമുക്കിതിൽ ആവശ്യമായിട്ടുള്ളത് ഓരോ സ്റ്റേജിലും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യങ്ങളും കൂടി നമുക്കതിൽ വേണം. അപ്പോൾ അങ്ങനെയും ചിന്തിക്കണം. ആൻഡ് ദെൻ എക്കണോമി എന്ന് പറയുന്നത് വെരി പർപ്പസ് ഓഫ് ടെക്നോളജി ഇൻട്രൊഡക്ഷൻ ഈസ് ടു റെഡ്യൂസ് ദ കോസ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ മെയിൻ തിങ് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ തന്നെയാണ് നമ്മൾ ഈ ടെക്നോളജിയുടെ പുറകെ ഓടുന്നത്. അപ്പോൾ അതിൽ റോയാലിറ്റി, ലൈസൻസ് ഫീ ഒക്കെ കൂടുതൽ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പരമാവധി ഒഴിവാക്കാം. നമുക്ക് കോസ്റ്റ് ബെനിഫിറ്റ് ആയിട്ടുള്ള ടെക്നോളജി ഏതാണോ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഓപ്റ്റ് ചെയ്യേണ്ടതും അതേപോലെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതും. ഓക്കെ, ആൻഡ് ദെൻ വി ആർ മൂവിങ് ഓൺ ടു ദി സോഴ്സസ് ഓഫ് ടെക്നോളജി. എവിടെ നിന്നാണ് നമുക്ക് ഈ ടെക്നോളജി അവൈലബിൾ ആവുക? ഫോറിൻ കൊളാബറേഷൻ, consultancy organization, suppliers of machinery, entrepreneurs' knowledge and experience, hiring suitable technical staff, and CSIR laboratories and National Research and Development Corporation. Okay, അപ്പോൾ നമുക്ക് വരുന്നത്
ഇതിൽ നമ്മുടെ ടെക്നോളജി എവിടെ നിന്നൊക്കെ നമുക്ക് അക്വയർ ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നെങ്കിൽ ഫോറിൻ മെഷീൻസ് യൂസ് ചെയ്യാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ കൺസൾട്ടൻസി ഓർഗനൈസേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എവിടെയാണ്, എങ്ങനെയാണ് എന്നുള്ള ഇൻഫർമേഷൻസൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ആൻഡ് ദെൻ സപ്ലയേഴ്സ് ഓഫ് മെഷീനറി. അപ്പോൾ ഈ ട്രേഡ് ഫെയറുകളിലൊക്കെ നമ്മൾ പങ്കെടുക്കണമെന്ന് ഞാൻ എപ്പോഴും പല ക്ലാസ്സുകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്. സോ വെൻ യു ഗോ ഫോർ ദി ട്രേഡ് ഫെയറുകൾ, യു ക്യാൻ ഫൈൻഡ് മോസ്റ്റ് ഓഫ് ദി ഏജൻറ്റ്സ്, മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ഹൂ മേക്സ് മെഷീനറീസ്. അപ്പോൾ അങ്ങനെ ഇൻഡസ്ട്രിയലിസ്റ്റിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എൻജിനീയറിംഗ് ഇൻഡസ്ട്രി ഫീൽഡിലുള്ള ആൾക്കാരനായിട്ട് നമുക്ക് പരിചയപ്പെടാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് എന്തെങ്കിലും ദറ്റ് ഈസ് എന്താ പറയുക സപ്ലയേഴ്സ് ഓഫ് മെഷീനറീസിനെ പരിചയപ്പെടാനായിട്ട് പറ്റും. സോ ദാറ്റ് വി ക്യാൻ ഓൾസോ ബൈ ദാറ്റ് ടൈപ്പ് ഓഫ് മെഷീനറീസ് എന്നുള്ളതാണ്. ആൻഡ് ദെൻ ഓൺടർപ്രണേഴ്സ് നോളജ് ആൻഡ് എക്സ്പീരിയൻസ്. ഓരോരുത്തരുടെയും ഓരോ ഓൺടർപ്രണേഴ്സും അവരുടെ എക്സ്പീരിയൻസും അവരുടെ നോളജും, അവർ ചിലപ്പോൾ ഇൻട്രപ്രണേഴ്സ് പോലും ആയിരിക്കാം. ഇൻട്രപ്രണേഴ്സ് ആരാണ്? ഒരു സിംഗിൾ ഫേമിൽ വർക്ക് ചെയ്യുന്ന നമ്പർ ഓഫ് പീപ്പിൾ, അവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ചിലപ്പോൾ വേറൊരു ഫേമായിട്ട് വർക്ക് ചെയ്യുമായിരിക്കും. അതിനെയാണ് നമ്മൾ ഇൻട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ പഠിച്ചതാണ്. ആൻഡ് ഹയറിങ് സൂട്ടബിൾ ടെക്നിക്കൽ സ്റ്റാഫ്. അതേപോലെ തന്നെ ഈ ടെക്നോളജി നന്നായിട്ട് ഉപയോഗിക്കാനും അറിയാവുന്ന സ്കിൽഡ് പേഴ്സൺസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും. അതേപോലെ തന്നെ റിസർച്ച് ലബോറട്ടറീസ്, റിസർച്ച് സെൻറ്റേഴ്സ്, ഇവിടെയൊക്കെ നമ്മളൊന്ന് പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ടൈപ്പ് ഓഫ് മെഷീനറീസ് ആണ്, ഏത് ഫീൽഡിലാണ് യൂസ് ചെയ്യുന്നത്, ഇതിൻ്റെ അവൈലബിലിറ്റി എവിടെയാണ്, ഇതിന് ഹയർ പർച്ചേസ് സിസ്റ്റം അവൈലബിൾ ആണോ, ഇതിന് ആരൊക്കെയാണ് ഫിനാൻഷ്യൽ ഹെൽപ്പ് നമുക്ക് തരുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ. ആൻഡ് ദെൻ ഈസ് പ്ലാൻ കപ്പാസിറ്റി. മൂന്നാമത്തെ കാര്യം പ്ലാൻ കപ്പാസിറ്റി. പ്ലാൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ദിവസം നമുക്ക് എത്ര നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, അതിനെയാണ് നമ്മൾ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ആ പർട്ടിക്കുലർ പ്ലാന്റിൻ്റെ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ മെഷീൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഹൗ മച്ച് വോള്യൂം ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് എന്നുള്ളതാണ്. ഓക്കെ. സോ പ്ലാൻ കപ്പാസിറ്റി റെഫേഴ്സ് ടു ദ വോള്യൂം ഓർ നമ്പർ ഓഫ് യൂണിറ്റ്സ് ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് എ ഗിവൻ പീരീഡ്. ഒന്നെങ്കിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയിലോ അല്ലെങ്കിൽ ഒരു മാസത്തിലോ നമുക്ക് എത്ര യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സേ ഫോർ എക്സാമ്പിൾ, Apollo Tyres had a total capacity of 1,000 tons per day in a year 2010. Plant capacity is also called production capacity. Plant capacity യും പ്രൊഡക്ഷൻ കപ്പാസിറ്റിയും ഒക്കെ ഒന്ന് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ അപ്പോളോ ടയേഴ്സിൻ്റെ അവരുടെ പ്ലാൻ കപ്പാസിറ്റീനെയാണ് അവർ തന്നിട്ടുള്ളത്. 1000 ടണ്ണുകളാണ് ഒരു ദിവസം അവർ പ്രൊഡക്ഷൻ നടക്കുന്നത്. 4 ഷിഫ്റ്റുകളായിട്ടാണ് അപ്പോളോ ടയേഴ്സ് വർക്ക് ചെയ്യുന്നത്. എത്ര പേര് കണ്ടിട്ടുണ്ട്? നമ്മുടെ ചാലക്കുടി ഭാഗത്ത് തന്നെയാണ്. ആ വഴിക്കൊക്കെ ഒന്ന് പോകുമ്പോൾ ഒന്ന് കാണാം. മിഷനറി ദറ്റ് ഈസ് എന്താ പറയുക, അപ്പോളോ ടയേഴ്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിക്കുക. ഇങ്ങനെ പല ഇൻഡസ്ട്രി പല ഫീൽഡുകളിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിട്ടൊന്ന് സംസാരിക്കുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന മെത്തഡോളജി, ടെക്നോളജി കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഒഴിവ് കിട്ടുമ്പോൾ ഞാൻ ഈ പറയുന്ന ഡിസ്കവറി ചാനലിൽ നിങ്ങൾ ഉച്ചയ്ക്ക് 2:15 തൊട്ടുള്ള ഫുഡ് ഫാക്ടറി കാണുമ്പോൾ നമുക്കതിൽ ഓരോ യൂസ് ചെയ്യുന്ന മെഷീനറീസ്, അതിൻ്റെ പ്രൊഡക്ഷൻ, അതിൻ്റെ പ്ലാൻ കപ്പാസിറ്റി, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും അതിൽ പറയുന്നുണ്ട്. സോ ഇൻഡസ്ട്രി ആയിട്ട് ബിസിനസ്സായിട്ട് താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അത് കാണാം. എന്തെങ്കിലും നമുക്ക് അതിന് ഐഡിയാസും കാര്യങ്ങളൊക്കെ കിട്ടും. അല്ലെങ്കിൽ എത്ര രസമായിട്ടാണ് അവരവർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത്, എത്ര രസകരമായിട്ടാണ് അവർ എൻജോയ് ചെയ്ത് ഓരോരുത്തരും വർക്ക് ചെയ്യുന്നത്, എത്ര കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ മാനുഫാക്ചർ ചെയ്തു പോകുന്നത്. അതിൻ്റെ പ്രൊഡക്ഷനൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റഡാണ്. ആ മിഷനറീസിനാണ് നമുക്ക് കാണാൻ എനിക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു കാര്യമാണ്. ആ മിഷനറീസ് കാണാനും അതിൽ പ്രൊഡക്ഷൻ നടക്കുന്നതും അതിൻ്റെ പാക്കിങ്ങും ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നും. കാണേണ്ട ഒരു കാഴ്ച തന്നെയാണത്. ഓക്കെ. ആൻഡ് ദെൻ പ്ലാൻ കപ്പാസിറ്റി ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. The following factors are to be considered before deciding the plan capacity. എന്തൊക്കെയാണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് എന്നുള്ളത് നോക്കാം. ടെക്നോളജിക്കൽ റിക്വയർമെൻറ്റ്, ഇൻപുട്ട് കൺസ്ട്രെയിൻറ്റ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ്, ആൻറ്റിസിപ്പേറ്റ് ദ മാർക്കറ്റ് കണ്ടീഷൻസ്, റിസോഴ്സസ് ഓഫ് ദി ഫേം ആൻഡ് ഗവൺമെൻറ് പോളിസി. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ടെക്നോളജിയാണ്, നമുക്ക് ഇൻപുട്ടിൽ എന്തൊക്കെയാണ് നമുക്കതിൽ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ് എത്രയാണ്,
നമ്മുടെ മാർക്കറ്റ് കണ്ടീഷൻ, റിസോഴ്സസ്, ഫേമിലേക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എന്തൊക്കെയാണ്, ഗവൺമെൻറ് പോളിസികൾ എന്തൊക്കെയാണ്, അതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഏത് ടൈപ്പ് ഓഫ് എത്രയാണ് നമ്മൾ പ്ലാന്റ് കപ്പാസിറ്റി എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കുക. ആൻഡ് ദെൻ പ്ലാന്റ് ലൊക്കേഷൻ refers to a fairly broad area where the enterprise is to be established. Kitex Garments എന്ന് പറഞ്ഞ കിഴക്കമ്പലം, കൊച്ചി, അപ്പോളോ ടയേഴ്സ്, പേരാമ്പ്ര, ചാലക്കുടി. The location of the project has to be decided very carefully. Availability of inputs, competent technical personnel. നമുക്ക് ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്യുമ്പോൾ അവിടേക്ക് ഈ ഇൻപുട്സും റോ മെറ്റീരിയൽസും ഒക്കെ കൊണ്ടുവരാനും അതേപോലെ തന്നെ അത് കൊണ്ടുവന്ന് അൺലോഡ് ചെയ്യാനും അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു സ്ഥലമായിരിക്കണം. അല്ല നമുക്ക് എന്താ പറയുക, റോ മെറ്റീരിയൽസ് ലോറിയിലാണ് വരുന്നതെങ്കിൽ, ലോറി കടക്കാത്തൊരു വഴിയിലാണ് നമ്മുടെ ഇൻഡസ്ട്രി കൊണ്ടുപോയി വെച്ചിരിക്കുന്നതെങ്കിൽ എത്ര ദിവസം ലോറിക്കാർ വരും, നമ്മൾ എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ കഷ്ടപ്പാടുകളുണ്ട്. അപ്പോൾ നമ്മൾ ദാറ്റ് ഈസ് നോക്കേണ്ടത് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ എവിടെയാണ് അതിനുള്ള ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്. ഇപ്പോൾ ചില പ്രോഡക്റ്റ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതാണ്, നമ്മുടെ പ്രോഡക്റ്റ് ഷിപ്പിലാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്താ പറയുക, ഏറ്റവും ദാറ്റ് ഈസ് നമ്മുടെ പോർട്ടിൻ്റെ ഏറ്റവും അടുത്ത് തന്നെയായിരിക്കണം നമ്മുടെ ഫാക്ടറി എന്ന് പറയുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഗോഡൗൺ എന്ന് പറയുന്നത്, ഇതൊക്കെ അതിനോട് അടുത്ത് തന്നെ ആയിരിക്കണം. എന്നാലാണ് നമുക്ക് അവിടെ കൊണ്ടുപോയി അത് സ്റ്റോർ ചെയ്യാനും അവൈലബിലിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ നീഡ്സ് അനുസരിച്ച് സാധനങ്ങൾ കൊണ്ടുവരാനും അതേപോലെ തന്നെ മാനുഫാക്ചർ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, സോ പ്ലാന്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സംഭവമാണ്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ട്രെയിനിലാണ് നമുക്ക് സിമെൻറ്റ്സ് കൊണ്ടുവരുന്നത്, സിമെൻറ്റിൻ്റെ ലോഡ് വരുന്നത് ട്രെയിനിലാണ്. അപ്പം നിങ്ങൾ തൃശ്ശൂർ അയ്യന്തോൾ വഴിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് പ്ലാറ്റ്ഫോം, തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ സെക്കൻഡ് പ്ലാറ്റ്ഫോമിൻ്റെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ACCയുടെ വലിയ ഗോഡൗൺ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അത് എന്താ പറയുക, റെയിൽവേ സ്റ്റേഷനോട് വളരെ അടുത്ത് കിടക്കുന്നൊരു സ്ഥലമാണ്. അവിടെ എന്തുകൊണ്ടാണ് അവർ ഗോഡൗൺ അവിടെ സെലക്ട് ചെയ്യാനായിട്ടുള്ള റീസൺ എന്താണ്? അവരുടെ പ്രോഡക്റ്റ് വരുന്നത് ട്രെയിനിലാണ്. അപ്പോൾ അത് അൺലോഡ് ചെയ്യാനും അവിടുന്ന് ഇവിടെ ഗോഡൗണിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാനും ഒരു ബുദ്ധിമുട്ടുമില്ല, എളുപ്പം അത് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ ഇൻപുട്ടും നമ്മൾ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്, റോ മെറ്റീരിയൽസ് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നതെങ്കിൽ ആ റോ മെറ്റീരിയൽസ് നമ്മുടെ ഫാക്ടറിയിലേക്ക് എത്തിക്കാനായിട്ട് ഒരു തടസ്സവും ഇല്ലാത്ത സ്ഥലത്തായിരിക്കണം പ്ലാന്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ സെലക്ഷൻ ഓഫ് സൈറ്റ്. After identifying the location, the entrepreneur selects a suitable site, keeping his project requirement in his mind. 2 or 3 sites may be identified and initially and finally one is selected. അല്ലേ, 2-3 സൈറ്റുകൾ നമ്മൾ കാണും, അതിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്യും. അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? കോസ്റ്റ് ഓഫ് ലാൻഡിനെ ബേസ് ചെയ്തിട്ടാണ്, നേച്ചർ ഓഫ് ദി ലാൻഡ്, സൈറ്റിൻ്റെ വാല്യൂ, ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യും. യൂഷ്വലി എന്തൊക്കെ ഫാക്ടേഴ്സാണ് വരുന്നതെന്ന് നോക്കാം. ദ ലോഡ് ബെയറിംഗ് എബിലിറ്റി ഓഫ് ദി ഗ്രൗണ്ട്. അല്ലേ, ഇപ്പോൾ നമ്മൾ ഒരു ലോറി വരുമ്പോഴേക്കും താന്നു പോകുന്ന ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ എന്ന് ലോറി വന്നാലും താന്നു പോകാൻ തന്നെ നേരം ഉണ്ടാവുള്ളൂ, അല്ലേ. അപ്പോൾ ഗ്രൗണ്ടിൻ്റെ ലോഡ് എന്താ പറയുക, വെയ്റ്റ് ഇതെടുക്കാനുള്ള കപ്പാസിറ്റി ഗ്രൗണ്ടിനുണ്ടോ എന്നുള്ളത് നോക്കുക. ലോഡ് ബെയറിംഗ് എബിലിറ്റി, ലെവൽ ഓഫ് ഗ്രൗണ്ട്, അവൈലബിലിറ്റി ഓഫ് ലാൻഡ് ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ. ഇപ്പം നമ്മൾ തുടക്കത്തിൽ ഒരു ചെറിയ യൂണിറ്റ് ആണ് എന്ന് വിചാരിച്ചിട്ട് ഒരു ചെറിയ സ്ഥലം നമ്മൾ നോക്കിയാൽ പോരാ, അല്ല. ഒരു കൊച്ചു സ്ഥലം നോക്കി വെച്ചാൽ നമുക്കത് മതിയാവുമോ? ഇല്ല. ബിസിനസ് സക്സസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ എക്സ്പാൻഷൻ്റെ സമയത്ത് നമുക്ക് ഓടി നടക്കാനായിട്ട് പറ്റില്ല. സോ അതിനും കൂടി സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് കണക്കാക്കിയിട്ട് വേണം നമ്മളെപ്പോഴും സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ. പിന്നെ അതേപോലെ തന്നെ ഡ്രെയിനേജ്, റോഡ് ട്രാൻസ്പോർട്ട്, റെയിൽ ട്രാൻസ്പോർട്ട്, എയർപോർട്ട്, വാട്ടർ ട്രാൻസ്പോർട്ട്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. പോസിബിലിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് ഗ്യാസ് കണക്ഷൻ, ഫെസിലിറ്റി ഫോർ ഡംപിങ് വേസ്റ്റ് മെറ്റീരിയൽസ്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫാക്ടറി, ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് വരുന്ന വേസ്റ്റേജസ്, വേസ്റ്റ് വാട്ടർ ആയിരിക്കാം, സ്മോക്ക് ആയിരിക്കാം, വേസ്റ്റ് മെറ്റീരിയൽസ് ആയിരിക്കാം,
ഹൗ വി ആർ ഗോയിങ് ടു ഡിസ്പോസ് ഇറ്റ് ഓഫ് എന്നുള്ളതാണ്. അപ്പോൾ അത് ഡംപ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു സ്ഥലം കണ്ടെത്തണം, അല്ലെങ്കിൽ അത് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് റീസൈക്കിൾ ചെയ്യാനുള്ള കാര്യങ്ങൾ, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. ആൻഡ് ദെൻ റേറ്റ്സ് ആൻഡ് ടാക്സസ്, റിപ്പയർ ഫെസിലിറ്റീസ്, ക്ലിയർ ടൈറ്റിൽ ഓഫ് ദി പ്രോപ്പർട്ടി. അപ്പോൾ അതിൻ്റെ ആ സ്ഥലത്തിൻ്റെ റേറ്റും ടാക്സും എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ അതിൻ്റെ പ്രോപ്പർട്ടിയിലെ ക്ലാരിറ്റിയും ഉണ്ടായിരിക്കണം. ആൻഡ് ദെൻ ഇസ് സൈസ് ഓഫ് പ്ലാന്റ്. സൈസ് ഓഫ് പ്ലാന്റ് എന്ന് പറയുന്നത് size does affect the efficiency and profitability of the project plant. The entrepreneur must have the concept called economic size for the plant. Designing a big plant is good in the sense that fixed expenses per unit will get reduced. അല്ലേ? തുടക്കത്തിൽ തന്നെ നമ്മളൊരു ബിഗ് പ്ലാന്റിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ, അതിനെക്കുറിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലോങ് റണ്ണിൽ നമുക്ക് വേറെ ഒരു ചിലവും നമുക്കതിൽ വരില്ല. ബട്ട് ഇഫ് മാർക്കറ്റ് ഡിമാൻഡ് ഇസ് നോട്ട് മാച്ചിങ്, പക്ഷേ നമ്മുടെ ഒരു ബിഗ് സൈസ് പ്ലാന്റിന് മാർക്കറ്റ് ഡിമാൻഡ് മാച്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സ്മോൾ സൈസ്ഡ് അല്ലെങ്കിൽ എക്കണോമി സൈസ്ഡ് പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ. ആൻഡ് ദെൻ പ്രൊഡക്റ്റ് മിക്സിനെ കുറിച്ചിട്ടാണ്. പ്രൊഡക്റ്റ് മിക്സ് ഓൾസോ നോൺ ആസ് പ്രൊഡക്റ്റ് റേഞ്ച് is decided by the entrepreneur after looking into the market situation. Product mix എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊക്കെ പ്രോഡക്റ്റുകളാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഉജാല കമ്പനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ദാറ്റ് ഈസ് ഉജാല, ദാറ്റ് ഈസ് നമ്മുടെ വൈറ്റ് ക്ലോത്ത്സിന് കുറച്ചും കൂടിയും വൈറ്റ്നർ ആക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നീലത്തുള്ളികൾ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് അവർ എന്തെല്ലാം പ്രോഡക്റ്റ് അവർ ചെയ്തു തുടങ്ങി. ഫാബ്രിക് കെയറിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, മോസ്കിറ്റോ റിപ്പലൻറ്റ്, അതേപോലെ തന്നെ ക്ലീനിങ്, പേഴ്സണൽ കെയർ, ഇൻസെൻസ് സ്റ്റിക്ക്, ഇങ്ങനെ ഓരോ ദിവസവും ഓരോന്ന് അവർ പുതിയ പുതിയ കാര്യങ്ങൾ, അപ്പോൾ ഇതൊക്കെ കൂടി വരുന്നതാണ് പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറയുന്നത്. സോ ഒരൊറ്റ കമ്പനിയാണ്. അതേപോലെ നിങ്ങൾ HUL പ്രോഡക്റ്റ് എടുത്ത് നോക്കി, എത്ര ഹൺഡ്രഡ്സ് ഓഫ് പ്രോഡക്ട്സാണ് അവർ മാനുഫാക്ചർ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ അവരുടെ HUL പ്രോഡക്റ്റ് മിക്സാണ്. ഇത് ജ്യോതി ലബോറട്ടറീസിൻ്റെ പ്രോഡക്റ്റ് മിക്സാണ്. അപ്പോൾ ഓരോ കമ്പനീസിനും ഉണ്ട് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ. പോൺസ് കമ്പനി ഉണ്ടായിരുന്നു. പോൺസിൻ്റെ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് എന്താണ്? പോൺസിൻ്റെ നല്ലൊരു ഡ്രീം ഫ്ലവർ ടാൽക്ക് ഉണ്ടായിരുന്നു, അല്ലേ? ഇപ്പോൾ പോൺസ് കമ്പനി അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ്. അത് ആര് ഏറ്റെടുത്തു? ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ് ഏറ്റെടുത്തിട്ടുണ്ട്. സോ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സ്. ഓക്കെ. അപ്പോൾ പോൺസ് എന്നുള്ള പേര് അവർ മാറ്റിയിട്ടില്ല. കാരണം ആ പേരെന്ന് പറയുന്നത് ബ്രാൻഡ് ഇമേജ് ഉള്ളതാണ്. പോൺസ് എന്ന് പറയുന്ന കമ്പനിക്ക് ഇഷ്ടംപോലെ പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു, പ്രോഡക്റ്റ് മിക്സ് ഉണ്ടായിരുന്നു, കുറേ ഉണ്ടായിരുന്നു അവർക്ക്. ഈ പൗഡറും സോപ്പും മാത്രമൊന്നുമല്ല, പൗഡർ ഉണ്ടായിരുന്നു, സോപ്പ് ഉണ്ടായിരുന്നു, ഷാമ്പു ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ വാസലിൻ ഉണ്ടായിരുന്നു, മഷ്റൂംസ് ഉണ്ടായിരുന്നു, ലെതർ പ്രോഡക്ട്സ് ഉണ്ടായിരുന്നു. ഇങ്ങനെ എത്ര നമ്പർ ഓഫ് പ്രോഡക്ട്സാണ് അവരുടെ കയ്യിലുള്ളതെന്നറിയോ? ഓരോ സ്ഥലത്തായിരിക്കും അവർ ഓരോ പ്ലാന്റ് എന്ന് പറയുന്നത്. ഓരോ പ്ലാന്റും ഓരോ ദാറ്റ് ഈസ് ഓരോ പ്ലേസിനനുസരിച്ച് ഓരോ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റാണ് അവർ മാനുഫാക്ചർ ചെയ്ത് തരുന്നത്. ഊട്ടിയിലൊരു പ്ലാന്റ് ഉണ്ടായിരുന്നു പോൺസിൻ്റെ. അവിടെയാണ് അവർ ഏറ്റവും കൂടുതൽ അവിടെ മാനുഫാക്ചർ ചെയ്ത് തരുന്ന പ്രോഡക്റ്റാണ് മഷ്റൂംസ് എന്ന് പറയുന്നത്. കാരണം ഊട്ടി ക്ലൈമറ്റ് മഷ്റൂംസിന് ഏറ്റവും പറ്റിയ ക്ലൈമറ്റാണ്. ഓക്കെ. അവർക്ക് എന്താ പറയുക, ബോംബെ സിൽവാസ എന്ന് പറഞ്ഞ സ്ഥലത്തിൽ അവർക്ക് ഫാക്ടറി ഉണ്ടായിരുന്നു. അവിടെ മാനുഫാക്ചർ ചെയ്ത് തരുന്നത് നമ്മുടെ ബോഡിക്ക് യൂസ് ചെയ്യാവുന്ന കോൾഡ് ക്രീം കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ സോഫ്റ്റായിട്ട് വയ്ക്കാനുള്ള ക്രീമുകളുണ്ടായിരുന്നു, വാസലിൻ ഉണ്ടായിരുന്നു, സോപ്പുകളുണ്ടായിരുന്നു. അതൊക്കെയാണ് അവിടെ മാനുഫാക്ചർ. ഇപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ പ്ലാന്റിനെ ബേസ് ചെയ്തിട്ട്, ഓരോ പ്ലേസിനെ ബേസ് ചെയ്തിട്ട്, ഓരോ റോ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റീനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ പ്ലാന്റിലും ഓരോ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് അവർ മാനുഫാക്ചർ ചെയ്ത് തരുന്നത്. ഓക്കെ. സോ ഇതൊക്കെയാണ് പ്രോഡക്റ്റ് മിക്സ് എന്ന് നമ്മൾ പറയുന്നത്. ആൻഡ് ദെൻ എന്തുകൊണ്ടാണ് പ്രോഡക്റ്റ് മിക്സിലേക്ക് ഓരോ കമ്പനീസും പോകുന്നത്? അതായത് അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ്, അവരുടെ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് അത് സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ
ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രോഡക്റ്റിൽ അത് അവർക്ക് നിലനിർത്താനായിട്ട് സാധിക്കും. അതാണ് പറഞ്ഞത് ടു എൻഹാൻസ് പ്രോഫിറ്റ്. അപ്പോൾ പ്രോഫിറ്റ് ചെറിയ രീതിയിൽ കിട്ടി തുടങ്ങി കഴിഞ്ഞാൽ അത് കൂട്ടാനായിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് പ്രോഡക്റ്റിലേക്ക്, പ്രോഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ, പ്രോഡക്റ്റ് മിക്സിലേക്ക് നമ്മൾ കടക്കുന്നത്. ടു എൻഷുർ സ്റ്റെബിലിറ്റി ഇൻ സെയിൽസ്, to service the customer, to utilize the available know-how, to have better capacity utilization and to improve the brand image. അപ്പോൾ ഇതിലൂടെ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അവരുടെ ബ്രാൻഡ് ഇമേജ് നിലനിർത്താനായിട്ട് സാധിക്കും. ചിലപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജി തന്നെ നമുക്ക് എന്തിനു യൂസ് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് വേറെ ഏതെങ്കിലും അനദർ പ്രോഡക്റ്റ് നമുക്ക് മാനുഫാക്ചറിങ്ങിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജി തന്നെ ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ സ്റ്റെബിലിറ്റി നിലനിർത്താനായിട്ട്, സെയിൽസിൻ്റെ സ്റ്റെബിലിറ്റി നിലനിർത്താനായിട്ട്, പ്രോഫിറ്റ് എൻഹാൻസ് ചെയ്യാനായിട്ട്, ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, പ്രോഡക്റ്റ് മിക്സിലേക്ക് നമുക്ക് കടന്നാലാണ് ഇതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുക. ആൻഡ് ദെൻ ഇസ് ഫാക്ടറി ഡിസൈനിനെ കുറിച്ചിട്ടാണ്. ഫാക്ടറി ഡിസൈനിൽ വരുന്നത് factory design refers to the plan of the building, arrangement of machinery, positioning of equipment, fixing of service facilities, lighting, ventilation in the building. അപ്പോൾ ഫാക്ടറി ഡിസൈനിൽ വരുന്നത് എങ്ങനെയായിരിക്കണം ഒരു ഫാക്ടറി എന്ന് പറയുന്നത്, എവിടെയാണ് നമ്മൾ പാക്കിംഗ് സെക്ഷൻ വെക്കേണ്ടത്, എവിടെയാണ് പ്രൊഡക്ഷൻ യൂണിറ്റ് വരേണ്ടത്, ഏത് മെഷീനറിയാണ് ഏതിനു ശേഷമാണ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്, അതിനുമുണ്ടൊരു അറേഞ്ച്മെൻറ്റ്. ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നത് തന്നെ ബെഡ്റൂമിലേക്ക് കയറി വരുമോ ആരെങ്കിലും? നമ്മുടെ വീടിൻ്റെ എൻട്രൻസ്, ഫ്രണ്ട് മെയിൻ എൻട്രൻസ് എന്ന് പറയുന്ന ആരെങ്കിലും ബെഡ്റൂമിലേക്ക് വയ്ക്കുമോ? ഇല്ല അല്ലേ. ഒന്നെങ്കിൽ നമ്മൾ എവിടേക്കാണ്, നമ്മുടെ ലിവിങ് റൂമിലേക്കാണ് എൻട്രൻസ് വരുന്നത്. ഈ ലിവിങ് റൂമിൽ നിന്നാണ് ബാക്കിയുള്ള അതർ കണക്ഷൻസും വരുള്ളൂ. ഇങ്ങനെ ലിവിങ് റൂമിൽ തന്നെ അല്ലെങ്കിൽ ഒരു പാസേജിലേക്കായിരിക്കും നമ്മൾ എൻറ്റർ ചെയ്യുന്നുണ്ടായിരിക്കാം. അതിൻ്റെ ഏതെങ്കിലും ഒരു ഒതുങ്ങിയ ഭാഗത്തായിരിക്കും, ഒരാളും ശല്യമില്ലാത്തൊരു ഭാഗത്തായിരിക്കും ലിവിങ് റൂം എന്ന് പറയുന്നത് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. കാരണം ചിലപ്പോൾ നമ്പർ ഓഫ് ക്ലയൻസോ കസ്റ്റമേഴ്സോ അല്ലെങ്കിൽ ഗസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ വരാൻ സാധ്യതയുള്ള ആൾക്കാരാണെന്ന്, അപ്പോൾ വേറെ ആരെയും ഡിസ്റ്റർബ് ചെയ്യാനായിട്ട്, അവർ ഡിസ്റ്റർബ് ചെയ്യാതെ ഇരിക്കാനായിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള റൂമായിരിക്കാം അവർ ലിവിങ് റൂം എന്ന് പറയുന്നത്. ചില ആൾക്കാർ കയറി ചെല്ലുന്നത് തന്നെ ലിവിങ് റൂമിലായിരിക്കും. ഡൈനിങ് ചിലപ്പോൾ കമ്പൈൻഡ് ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിരിക്കാം. നമ്മൾ ബെഡ്റൂംസ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ നിന്ന് നോക്കിയാൽ പോലും കാണാത്ത രീതിയിലായിരിക്കാം അല്ലേ. അതൊക്കെ നമുക്ക് കുറച്ചും കൂടിയും പ്രൈവസി കിട്ടേണ്ട ഏരിയാസാണ്. സോ അതിൻ്റേതായ രീതിയിലായിരിക്കും നമ്മൾ ഓരോന്നറിയും. അപ്പോൾ ഒരു വീട് പണിയുമ്പോൾ നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ആ രീതിയിൽ അറേഞ്ച് ചെയ്യുമ്പോൾ, ഒരു ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഏത് മെഷീനറി ആദ്യം വരണം, ഏത് മെഷീനറി അവസാനം വരണം. വെയർ ഹൗസിൻ്റെ അടുത്തായിരിക്കണം എപ്പോഴും പാക്കേജിങ് സെക്ഷൻ, കാരണം അവിടെ നിന്നാണ് വെയർ ഹൗസിലേക്ക് കൊണ്ടുപോകാനായിട്ട് എളുപ്പം. വെയർ ഹൗസ് ഈ അറ്റത്തും പാക്കിംഗ് സെക്ഷൻ ആ അറ്റത്തും കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് അത്രയും ദൂരം അവർ വരാൻ നിൽക്കണം. സോ ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് കടക്കാനായിട്ട് ഏത് സ്റ്റെപ്പാണോ ഏത് സ്റ്റേജാണോ ആദ്യം വേണ്ടത് അതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ. ആൻഡ് ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ഫാക്ടറി ഡിസൈൻ നമ്മൾ എന്തിനാണ് ഇത്രയധികം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള റീസൺ എന്താണ്? എക്കണോമീസ് ഇൻ ഹാൻഡ്ലിങ്, ഈസി ഹാൻഡ്ലിങ്ങിന് വേണ്ടിയിട്ട്, എഫക്റ്റീവ് യൂസ് ഓഫ് അവൈലബിൾ ഏരിയ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ സ്പേസ് എത്ര സ്ക്വയർ ഫീറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. മിനിമൈസേഷൻ ഓഫ് പ്രൊഡക്ഷൻ ഡിലേസ്, ഇംപ്രൂവ്ഡ് ക്വാളിറ്റി കൺട്രോൾ, അവോയ്ഡൻസ് ഓഫ് ബോട്ടിൽ നെക്സ്. വാട്ട് യു മീൻ ബൈ ബോട്ടിൽ നെക്സ്? തടസ്സങ്ങൾ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ഫ്രീ ഫ്ലോ ആയിരിക്കണം. ഒരു സ്റ്റെപ്പിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റേജിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റേജ്, ഇങ്ങനെ ഓരോ സ്റ്റേജും ഓരോ പ്രോസസ്സും കഴിഞ്ഞ് ഫൈനലി ഫിനിഷ് പ്രോഡക്റ്റ് പാക്ക് ചെയ്ത് നമുക്കത് വെയർ ഹൗസിലേക്ക് എത്തിക്കണമായിരിക്കും ഉള്ള അതിൻ്റെ ദാറ്റ് ഈസ് കംപ്ലീറ്റ് ഫ്രീനെസ്, ഫ്രീ ഫ്ലോ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ഇംപ്രൂവ്ഡ് യൂട്ടിലൈസേഷൻ ഓഫ് ലേബർ, എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ, അൺനെസസറി ചേഞ്ചസ് ഒക്കെ പരമാവധി ഒഴിവാക്കുക. ആൻഡ് ഫൈനലി അതിലൂടെ നമുക്ക് നേടാൻ പോകുന്നത് സക്സസ് ഓഫ് ദി എൻ്റർപ്രൈസ് എന്നുള്ളതാണ്. ഓക്കെ. ആൻഡ് ദെൻ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഫാക്ടറി ഡിസൈനിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ലൊക്കേഷൻ, നേച്ചർ ഓഫ് മാനുഫാക്ചറിങ് പ്രോസസ്, സീക്വൻസ് ഓഫ് പ്ലാന്റ് ലേഔട്ട്, സർവീസ് ഫെസിലിറ്റി, ഹാൻഡ്ലിംഗ് ഓഫ് മെറ്റീരിയൽസ്, ഫ്യൂച്ചർ എക്സ്പാൻഷൻ, കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ, നേച്ചർ ഓഫ് പ്രൊഡക്റ്റ്, ക്യൂട്ട് ലുക്ക്, ഇതൊക്കെ നമുക്കിതിൽ എഫക്റ്റ് ചെയ്യുന്നതാണ്. സോ ഓരോന്നിനും അതിൻ്റേതായ പ്രാധാന്യം കൊടുത്ത് കാണുമ്പോൾ തന്നെ വലിച്ചു വാരിയിട്ട് ഒരു ഷാബി ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആവാതെ ആ ഇൻഡസ്ട്രിയുടെ അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ
നമുക്കത് ആ ഇൻഡസ്ട്രിയുടെ സെറ്റപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് ഇൻഡസ്ട്രിയോട് തന്നെ ഒരു താല്പര്യം വരണം. ഓക്കെ, അപ്പോൾ അതൊക്കെ വരണമെന്നുണ്ടെങ്കിൽ 2-3 ഇൻഡസ്ട്രിയെങ്കിലും നമ്മൾ കണ്ടിരുന്നാലേ സാധിക്കുള്ളൂ. ഓൺട്രപ്രണർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ED ക്ലബ്ബിലൊക്കെ കുട്ടികൾ ചേർന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇൻഡസ്ട്രിയൽ വിസിറ്റ് ഉണ്ടായിരിക്കും, 2-3 ഇൻഡസ്ട്രികൾ കാണാനുള്ള അവസരങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജീനെ കുറിച്ച് അറിയാൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക്, കുറേ അറിവുകൾ നമുക്ക് അതിൽ നിന്ന് നേടാനുണ്ട്. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ഫാക്ടറി ബിൽഡിംഗ്. നമുക്ക് ഫാക്ടറി ബിൽഡിംഗ് എന്ന് പറയുന്ന 2 തരത്തിലാണ് വരുന്നത്. ഒന്ന് സിംഗിൾ സ്റ്റോറി ഓർ ഹോറിസോണ്ടൽ ബിൽഡിംഗ് ഓർ മൾട്ടി സ്റ്റോറി ഓർ വെർട്ടിക്കൽ ബിൽഡിംഗ്. ഒന്ന് സിംഗിൾ സ്റ്റോറി ആയിരിക്കും. സിംഗിൾ സ്റ്റോറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീതെ വേറെ ബിൽഡിംഗ് ഒന്നും ഉണ്ടായിരിക്കില്ല, ഒരു ഫ്ലോർ, ഒറ്റ ഫ്ലോറേ ഉണ്ടാവുള്ളൂ. അതിങ്ങനെ പരന്ന് കിടക്കുന്നുണ്ടാവും, ഉള്ള സ്പേസ് മുഴുവൻ ഓക്കുപ്പൈ ചെയ്തിട്ട്. അത് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് ഫാക്ടറിയൊക്കെ വരുമ്പോൾ നമുക്ക് മീതെ പണിയാനായിട്ട് സാധിക്കില്ല. കാരണം അതിൻ്റെ ഓവർലോഡും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് താഴെയുള്ള മെഷീനറീസൊക്കെ മുകളിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്യാനും അസംബിൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ അതിലുണ്ട്. പിന്നെ അതിൻ്റെ ഓവർലോഡ് വരുമ്പോൾ താഴത്തേക്ക് വരുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കാരണം ഫാക്ടറീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് മിക്കതും ഒരു സിംഗിൾ സ്റ്റോറി ആയിരിക്കും. ഇനി വല്ല IT കമ്പനീസ് അതൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ആയിട്ട് നമുക്ക് പണിയാം. അപ്പോൾ ഓഫീസ് കാര്യങ്ങളൊക്കെ മുകളിലേക്ക് ആക്കാം, താഴെ നമുക്ക് ഹെവി ഒബ്ജക്ട്സിൻ്റെ വർക്ക് ആക്കാം. അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള 2 ടൈപ്പ് ഓഫ് ബിൽഡിംഗ് ആണ് വരുന്നത്. അപ്പോൾ സിംഗിൾ സ്റ്റോറി ബിൽഡിംഗ് എന്ന് പറയുന്നത് 1 ഫ്ലോർ ആയിരിക്കും, ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ മെസനൈൻ ഫ്ലോർ എന്നാണ് നമ്മൾ പറയാറ്. മെസനൈൻ ഫ്ലോർ മീൻസ് സ്റ്റോറി ബിറ്റ്വീൻ ദി ഗ്രൗണ്ട് ഫ്ലോർ ആൻഡ് ദി സീലിംഗ്. അപ്പോൾ അതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് സീലിങ്ങും അതേപോലെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഇടയിലുള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ബിൽഡിങ്ങിനെയാണ് നമ്മൾ മെസനൈൻ ഫ്ലോർ എന്ന് നമ്മൾ പറയുന്നത്. റോ മെറ്റീരിയൽസ്, ഫിനിഷ്ഡ് ഗുഡ്സ് ഒക്കെ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് മെസനൈൻ ഫ്ലോറിൽ നമുക്ക് വയ്ക്കാവുന്നതാണ്. സോ ഏതെങ്കിലും ലോറീസും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആ ലോറിയുടെ ഹൈറ്റ് അനുസരിച്ച് നമുക്കത് അറേഞ്ച് ചെയ്യാം. അപ്പോൾ അവിടെ നിന്ന് ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നമുക്ക് ലോറിയിലേക്ക് അല്ലെങ്കിൽ അതാത് ട്രക്കുകളിലേക്ക് കയറ്റാനായിട്ട് എളുപ്പമുണ്ടായിരിക്കും. ആൻഡ് ദെൻ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് എന്ന് പറയുന്നത് തന്നെ സെവറൽ ഫ്ലോറുകൾ ഉണ്ടായിരിക്കും. അതിനെയാണ് മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് എന്ന് നമ്മൾ പറയുന്നത്. ആൻഡ് ദെൻ ഇസ് പ്ലാന്റ് ലേഔട്ട്. എ ടെക്നോക്രാറ്റ് ഓൺട്രപ്രണർ is in a position to arrange the machines, equipment and other physical facilities in a manner to ensure maximum efficiency in the production process. ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സല്ലേ ഒരു ടെക്നോക്രാറ്റ് എന്ന് പറയുന്നൊരു വ്യക്തി, അത് അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ വീട്ടിലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ലഞ്ച്, രാത്രി ഡിന്നർ എന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ തന്നെ ഡിന്നർ ഉണ്ടാക്കി വെക്കണ്ട ഇല്ല അല്ലേ. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ്, അപ്പോൾ നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അത് അതിനോടൊപ്പം ചെയ്തു പോവുക. അതിനോടൊപ്പം ചില കഴിവുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർ ലഞ്ചിനുള്ള കാര്യങ്ങളും അതിനോടൊപ്പം തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് വളരെ ഭംഗിയായിട്ട് ചെയ്തു പോകുന്ന ആൾക്കാരുണ്ടായിരിക്കാം. ഓക്കെ, ചില ആൾക്കാർ ഉച്ചയ്ക്കലത്തെ ഉണ്ടാവില്ല, രാവിലത്തെ ഉണ്ടാവില്ല, രാത്രിയിലത്തെ ഉണ്ടാവില്ല, എല്ലാം കൂടിയിട്ട് കൂട്ടിക്കുഴച്ച് ഒരു 11 മണിയാകുമ്പോൾ ബ്രഞ്ച് എന്ന രീതിയിൽ ചിലപ്പോൾ ആൾക്കാർക്ക് സാധനങ്ങൾ കിട്ടാറുണ്ട്. അങ്ങനെയും ചെയ്യുന്ന ആൾക്കാർ ഉണ്ട് ലോകത്ത് എന്നുള്ളതാണ്. അപ്പോൾ പ്ലാന്റ് ലേഔട്ട് എന്ന് പറയുമ്പോൾ ഒരു ഫാക്ടറിയുടെ അകത്ത് വരുന്ന കാര്യങ്ങളാണ്. ഹൗ വി ആർ അറേഞ്ചിങ് ദി എക്യുപ്മെൻറ്റ്സ്, ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് ദെൻ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്മൂത്ത് മാനുഫാക്ചറിങ് process, reduce their production time, minimize material handling, making most economical use of the area, bring materials within easy reach of the workers, better convenience, sufficient storage, adequate packaging facilities. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി നോക്കാം. എസ്റ്റിമേഷൻ ഓഫ് ടോട്ടൽ ക്യാപിറ്റൽ റിക്വയർമെൻറ്റിന് എത്രയാണ് വരുന്നത്, ഓപ്പറേഷൻ കോസ്റ്റ്, ഓപ്പറേറ്റിംഗ് റവന്യൂ, ഇതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാവുന്ന രീതിയിലായിരിക്കണം പ്ലാന്റ് ലേഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് ടെക്നിക്സ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് ആണ്. ദാറ്റ് വിൽ ബി ഡെൽറ്റ് ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട് ഇൻ ദിസ് ക്ലാസ്, please ask me. Thank you.